താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. ഇനി ഒരിക്കലും ഒരു മനുഷ്യനും അനുഭവിക്കുവാൻ ഇടയില്ലാത്ത വിധം കഷ്ടതയുടെ മധ്യത്തിലായിരിക്കുന്ന ഭക്തനായൊരു മനുഷ്യൻ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട്, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും. യോബിൻ്റെ പുസ്തകം 19:27. യോബിനെ അറിയുന്ന, യോബിൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എന്നെക്കാൾ നന്നായി അറിയുന്ന നിങ്ങൾ ഇപ്പോൾ സ്വാഭാവികമായും യോബിനോട് ചോദിക്കുവാനിടയുള്ള ഒരു സംശയമുണ്ട്. യോബേ, നിന്റെ കൺമുമ്പിൽ നിന്ന് കാണാതെ പോയത്, നഷ്ടപ്പെട്ടു പോയത് ദൈവമല്ലല്ലോ, നിനക്കൊപ്പമുണ്ടായിരുന്ന നിന്റെ നന്മകളാണല്ലോ. യോബ് മറുപടി പറയുവാൻ ഇന്നില്ലാത്തത് കൊണ്ട് യോബിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് ഞാൻ മറുപടി പറയും. അതേ, ഭക്തൻ്റെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ദൈവം അവനൊപ്പം ഇല്ലാതെ വരുമ്പോഴാണ്. എപ്പോഴാണ് യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറി നിന്നുവോ അപ്പോൾ അവനുണ്ടായിരുന്നതെല്ലാം അവന് കാണുവാൻ കഴിയാത്ത വിധം നശിച്ചു പോയി. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വിധത്തിൽ കാണുവാൻ കഴിയും. യോബിനൊപ്പം ദൈവമുണ്ടായിരുന്നു. ആ സമയത്ത് അവനെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഫുൾ പാക്കഡ് ആയ മനുഷ്യനായിരുന്നു യോബ്. വസ്തുവകകൾ ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, പേര്, പെരുമ, പ്രശസ്തി, സുഹൃത്ത് വലയം, ഭാര്യ, മക്കൾ, അതേ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു യോബ്. ദൈവം അവനൊപ്പം ഉണ്ടായിരുന്നപ്പോൾ. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, എപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലത് കാണുവാൻ കഴിയാതെ പോകുന്നുവോ, നിങ്ങൾക്ക് ഇന്നലകളിൽ നന്മയായി ഉണ്ടായിരുന്ന, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവുമായി നിങ്ങൾ മനസ്സിലാക്കിയ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയാതെ പോകുന്നുവോ, അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ദൈവം നിങ്ങൾക്കൊപ്പം ഇല്ല. അതേ, നഷ്ടപ്പെടുമ്പോൾ തിരിച്ചറിയുക, ദൈവം നിങ്ങൾക്കൊപ്പമില്ല. പിശാച് യോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം യോബിനൊപ്പമായിരുന്നു. ആ സ്ഥാനത്തേക്ക് പിശാച് കടന്നു വന്നു. സകലതും നഷ്ടപ്പെട്ടു പോയി. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിൽക്കേണ്ട സ്ഥാനത്ത് പിശാച് കടന്നു വന്ന് നിൽക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധം നമ്മെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പിന്നെയും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, ദൈവദാസനെ, ദൈവം മനഃപൂർവ്വമായി നീങ്ങി നിന്നതല്ലേ, അതൊരു ശരിയല്ലാത്ത കാര്യമല്ലേ? തീർച്ചയായും ദൈവം അങ്ങനെ മാറി നിന്നു. നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അതൊരു ശരിയല്ലാത്ത കാര്യമാണ്. യോബ് എന്തെങ്കിലും ചെയ്തിട്ടല്ല ദൈവം മാറി നിന്ന് ആ സ്ഥാനത്ത് പിശാചിനൊരു അവസരം കൊടുത്തത്. അങ്ങനെ ദൈവം യോബിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ അവൻ ഉണ്ടായിരുന്നതെല്ലാം ഡബിളായി, ഇരട്ടിച്ചു. അതേസമയം നമ്മൾ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കുള്ളതെല്ലാം പൂജ്യമായി മാറും. ആമേൻ. നാം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്കുള്ളത് പൂജ്യമാകും. ദൈവം നമ്മിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നമുക്കുള്ളത് ഇരട്ടിയായി മാറും. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, വചന സന്ദേശത്തിനൊപ്പം ആയിരുന്നാട്ടെ. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. യോബിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയതിനെ, തൻ്റെ കൺമുമ്പിൽ നിന്ന് അകന്നകന്ന് നശിച്ചു പോയതിനെ ഇരട്ടിയായി കാണുകയാണ്. വെറുതെ ഒരു ആവേശത്തിനങ്ങ് പറഞ്ഞു പോകുകയല്ലേ കേട്ടോ, ഒരു ഒഴുക്കിനങ്ങ് പറയുന്നൊരു രീതി ഉണ്ടല്ലോ. എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു. എവിടെ നിന്നാണ് പറയുന്നത്? ആശുപത്രി വാതിൽക്കൽ നിന്നാ അല്ലേ? ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലും ആ ചോദ്യത്തിന് അങ്ങനെ ഒരു ഉത്തരം, ഒരു ഒഴുക്കൻ ഉത്തരം ഉള്ളിലുണ്ട്. അതുപോലെ ഒരു ഒഴുക്കൻ ഉത്തരമല്ല, നഷ്ടപ്പെട്ടു, ഇരട്ടിയായി കൊടുത്തു, വെറുതെ പറഞ്ഞു പോകുകയല്ല, മറിച്ച് എണ്ണി വ്യക്തമായി നഷ്ടപ്പെട്ടു പോയത് ഓരോന്നും എണ്ണി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നതും അവൻ്റെ കണ്ണ് കണ്ടതും എണ്ണി രേഖപ്പെടുത്തിയിരിക്കുക. നോക്കിയേ, 42-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ക്രമാനുഗതമായി നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. യോബിൻ്റെ സ്നേഹിതന്മാർ ഓരോരുത്തരായി യോബിൻ്റെ അടുക്കൽ കടന്നു വരികയും അവന് പൊന്നാണയങ്ങളും പൊന്മോതിരവും നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്തു. പൊന്ന് അഥവാ സ്വർണമെന്ന ലോകം, മഞ്ഞ ലോകം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ചതുർത്ഥിയായിരിക്കുന്ന ലോകം തന്നെ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുന്നേ അവന് പാർപ്പാൻ ചമച്ച ഏഥേൻ എന്ന തോട്ടത്തിൽ സ്വർണമുണ്ടായിരുന്നതായി
പൊന്നുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൊന്ന് സമ്പത്തിനെ സൂചിപ്പിക്കുന്നു, പൊന്ന് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു, പൊന്ന് അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു, പൊന്ന് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകകാരൻ പത്മോസിന്റെ ഏകാന്തതയിൽ കർത്താവിനെ ദർശിക്കുമ്പോൾ മാറത്ത് പൊൻകച്ച കട്ടിയവനായി അവനെ കാണുന്നു. അതേ അധികാരത്തെയും അത് സൂചിപ്പിക്കുന്നു. യോബിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, അഥവാ അവൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ അവന് ഇല്ലാതായി തീർന്ന സമ്പത്ത്, അനുഗ്രഹം, സമൃദ്ധി, അധികാരം അത് തിരികെ വരികയാണ്. ആരിലൂടെ? യോബിൻ്റെ സ്നേഹിതന്മാരിലൂടെ. നിങ്ങൾക്കൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഈ സ്നേഹിതന്മാർ ആരായിരുന്നു? തൊട്ടു മുമ്പ് അവൻ്റെ ജീവിതത്തിൽ വലിയ കഷ്ടവും നഷ്ടവും വേദനയും നിരാശയും ഉണ്ടായപ്പോൾ അവൻ്റെ ചുറ്റും വന്നു നിന്ന്, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ആശ്വസിപ്പിക്കുവാനായിരിക്കാം കടന്നു വന്നത്. എന്നാൽ അവർ ആശ്വസിപ്പിക്കുവാനല്ല വന്നത്, മറിച്ച് അവനെ കുറ്റം പറയുവാൻ, അവൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തകർച്ച ഉണ്ടായി എന്നതിനെക്കുറിച്ച് ആരാய்ச்சி നടത്തുവാൻ, പഠനം നടത്തുവാൻ കടന്നു വന്നവർ. അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തി, യോബിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ തകർച്ച കടന്നു വന്നത്. അങ്ങനെ ആശ്വസിപ്പിക്കേണ്ടവർ യോബിനെ വേദനിപ്പിച്ചു, അപമാനിച്ചു, നിന്ദിച്ചു. വായിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ വായിക്കേണ്ടെന്നോ അറിയാമെന്നോ? അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ആ പിക്ചർ തന്നെ. കഷ്ടതയും ദുഃഖവും വേദനയും ദാരിദ്ര്യവും അനുഭവിച്ച് നിങ്ങളായിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ കൂടെ കാണുമെന്ന് കരുതുന്നവർ തന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന അതേ അവസ്ഥ. നോക്കിയേ, എത്രയോ തവണ വേദനയുടെ യോബ് കണ്ണടച്ച് കാണണം ഈ സ്നേഹിതന്മാരുടെ കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളും കേട്ടപ്പോൾ. കാണണ്ട, എനിക്കിവരെ കാണണ്ട, അടച്ചു കളഞ്ഞിട്ടില്ലേ? കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണടച്ച യോബ് ആശ്ചര്യത്തോടെ കണ്ണു തുറന്നു കാണുകയാണ്. അയ്യോ, എൻ്റെ സ്നേഹിതന്മാർ, എന്നെ അപമാനിച്ചവർ ഇതാ എനിക്കുള്ള സമ്പത്തുമായി കടന്നു വരുന്നു, എൻ്റെ നഷ്ടങ്ങളെ നികത്തുവാനുള്ളതുമായി കടന്നു വരുന്നു. ദൂത, സഹോദര, സഹോദരി, നിന്നോട് തന്നെ നിന്നെ പരിഹസിക്കുന്ന, നിന്നെ അപമാനിക്കുന്ന, നിന്നെ ഒറ്റപ്പെടുത്തുന്ന, നിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് നിന്നെ മാറ്റി നിർത്തുവാൻ ചുറ്റും കൂട്ടം കൂടി ആയിരിക്കുന്ന അതേ വ്യക്തികളിലൂടെ, ഇന്നലകളിൽ നിന്റെ സ്നേഹിതന്മാരായിരുന്ന, ബന്ധുക്കളായിരുന്ന, ചാർച്ചക്കാരായിരുന്ന, ഇന്ന് ശത്രുക്കളായിരിക്കുന്ന അവരിലൂടെ തന്നെ നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം ചിലത് നിന്റെ ജീവിതത്തിൽ തരുവാൻ പോകുക. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അതേ, ആ പരിഹാസികളിലൂടെ തന്നെ നിന്റെ ജീവിതത്തിന് ആശ്വാസമായി മാറുവാൻ വേണ്ടത് എൻ്റെ കർത്താവ് തരിക. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സഹോദരി, നിന്റെ ആ ജോലി സ്ഥലത്ത് ആരാണോ നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ പരിഹസിച്ച്, നിന്നെ കുറ്റം പറഞ്ഞ് പുച്ഛിച്ച് നീ കടം ചോദിക്കുമ്പോൾ, നിന്റെ അവസ്ഥ പങ്കുവയ്ക്കുമ്പോൾ, അതിനൊന്നും അവസരം ഇപ്പം തരുന്നില്ലല്ലോ, വാതിലടച്ച് മാറി നിൽക്കുകയല്ലേ, അവർ തന്നെ നിനക്ക് ആശ്വാസമായി മാറുവാൻ പോകുക. സ്തോത്രം. അവരിൽ നിന്ന് സ്തോത്രം, നീ നന്മ കാണുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. അതേ സഹോദരി, സഹോദര, നിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കണ്ട് നീ അനുഭവിക്കുന്ന കഷ്ടത അറിഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടവർ കുറ്റം പറഞ്ഞ് അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട അല്ലേ? പറഞ്ഞിട്ടില്ലേ സഹോദരി? എത്രയോ തവണ. സഹോദര, അതല്ലേ അവർ തന്നെ നിനക്ക് ആശ്വാസമായി മാറുവാൻ പോകുക. താങ്ക് ഗോഡ്. അതേ മാതാവേ, നിങ്ങളെ പരിഹസിച്ചവർ തന്നെ നിങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ പോകുക. അവരിലൂടെ നിങ്ങൾ നന്മ കാണുവാൻ പോകുക. യെസ്, എന്ത് ഇല്ലാത്തത് കൊണ്ടാണോ ചിലർ നിങ്ങളെ പരിഹസിക്കുന്നത്, ചിലർ നിങ്ങളെ അപമാനിക്കുന്നത്? ഈ ചിലർ പുറത്തുള്ളവരല്ല, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ. അതേ, അവരിലൂടെ തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ദൈവം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് തിരികെ തരിക. നോക്കിയേ, യോബിന്റെ കണ്ണ് കാണുകയാണ് നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായി. അത് എണ്ണി എണ്ണി താഴേക്ക് വായിച്ചു വരുമ്പോൾ അത് എണ്ണി എണ്ണി പറയുക, വായിക്കാതിരിക്കാൻ പറ്റത്തില്ല, സന്തോഷം കൊണ്ട് വായിക്കുകയാണേ. ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അപ്പോൾ നന്മ വന്ന വഴി കണ്ടല്ലോ, സമ്പത്ത് വന്ന വഴി കണ്ടല്ലോ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ആമേൻ. നീ പ്രതീക്ഷിക്കാത്ത ആ വഴിയിൽ കൂടെ തന്നെ നീ അനുഗ്രഹിക്കപ്പെടുവാനുള്ളത് നിന്റെ ജീവിതത്തിൽ വരുവാൻ പോവുക. അതേ, അത് നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോവുക. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1000 ഏർക്കാളയും 1000 പെൺകഴുതയും ഉണ്ടായി. നിങ്ങളിവിടെ ഒന്ന് നിർത്തിയിട്ട് 1-ാം അധ്യായത്തിൽ യോബിന് നേരത്തെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനെ കുറിച്ച് അവിടെ 3-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന് 7,000 ആട്, ഇപ്പുറത്ത് 14,000 ആയി. അവന് 3,000 ഒട്ടകവും, ഇവിടെ 6,000 ആയി. 500 ഏർക്കാളയും
1000 500 പെൺകഴുതയും 1000. അപ്പോൾ എല്ലാം ഇരട്ടിച്ചു. വ്യക്തമായി എണ്ണം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു പോകുകയല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തമായി എണ്ണം പറയുന്നു. ഇനി ഒന്ന് ചിന്തിച്ചേ, ഇയ്യോബിനുള്ള ഈ സമ്പത്ത് ഇത് വീട്ടിനകത്തൊന്നും അല്ലായിരുന്നു. ഇന്നത്തെ പോലെ നമ്മുടെ വീട്ടിന് ചുറ്റും തൊഴുത്ത് കെട്ടി അങ്ങനെയല്ല പണ്ടത്തെ കാലത്ത് ഈ മൃഗങ്ങളെ പരിപാലിച്ചിരുന്നത്. അപ്പോൾ മൃഗങ്ങളുമായിട്ട് ഇടയന്മാർ പല സ്ഥലങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കും. വീട്ടിലൊക്കെ വരുന്നത് ചുരുക്കമായിരിക്കും. അപ്പോൾ ഈ എണ്ണം പറഞ്ഞ 1-ാം അധ്യായത്തിലെ എണ്ണം പറഞ്ഞ തൻ്റെ മൃഗസമ്പത്തിൽ എത്ര എണ്ണത്തിന് ഇയ്യോബ് തൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും? ഞാൻ വിശ്വസിക്കുന്നു അതിലൊരു പകുതിയെ പോലും ഇയ്യോബ് കണ്ടു കാണത്തില്ല. കാരണം കുറേയൊക്കെ ഇയ്യോബ് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി കാണും. ഇയ്യോബിനൊപ്പമില്ലാതിരുന്ന സമയത്ത് അത് പെറ്റ് പെരുകി കാണും. ഇത്രയും മൃഗസമ്പത്തില്ലേ. അപ്പോൾ ഇയ്യോബിൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത ഒത്തിരി മൃഗസമ്പത്ത് ഇയ്യോബിനുണ്ടായിരുന്നു. പക്ഷെ തിരികെ കിട്ടിയപ്പോൾ, ഇരട്ടിയായി തിരികെ കിട്ടിയപ്പോൾ സകലതും ഇയ്യോബ് കാണുകയാണ്. എല്ലാം ഇയ്യോബിൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അതേ പ്രിയരെ, നിങ്ങളോട് തന്നെ കാണാത്ത പലതുമാണ് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത്. നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. ആമേൻ. അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. സഹോദരി, നിന്റെ ഭർത്താവിൻ്റെ മഹത്വം, നിന്റെ ഭാര്യയുടെ മഹത്വം, അത് നിനക്ക് എത്രത്തോളം വിലയേറിയതായിരുന്നു എന്ന് നിനക്ക് തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിരുന്നില്ല. ഓ താങ്ക് ഗോഡ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരുടെ സ്നേഹവും അവരുടെ മഹത്വവും അവരുടെ വിലയും നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആ ജോലിയുടെ വില മാസാമാസം കിട്ടുന്നത് പലപ്പോഴും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇതെന്തിനെന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന് പഴയൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. പലപ്പോഴും കാണാൻ പറ്റിയിട്ടില്ല. പലതിൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പലതിൻ്റെ വില നിങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. നഷ്ടപ്പെട്ടു പോയി. തീരാ വേദനയിലായിരിക്കും. എന്നാൽ നിങ്ങളത് കാണുവാൻ പോകുക. ഓ സ്തോത്രം, ആമേൻ. ഓ, അതിൻ്റെ വില നിങ്ങൾ അറിയുവാൻ പോകുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ വില, നിങ്ങളുടെ ഭാര്യയുടെ വില, ആ മഹത്വം, നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം, ആ മഹത്വം, മക്കളുടെ സ്നേഹം, മഹത്വം, വില, ആ ജോലിയുടെ വില, അതറിയത്തക്ക വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തിരികെ തരിക. അവൻ ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ അല്ല. ഓ ആമേൻ. ഇനി അത് വേറൊരു ലെവലാ. ആമേൻ. നിന്റെ കുടുംബജീവിതം ഇനി വേറൊരു ലെവലാ. സഹോദര, നിന്റെ തൊഴിൽ ഇനി വേറൊരു ലെവലാ. നീ അതിൻ്റെ വില മനസ്സിലാക്കി ജീവിക്കുവാൻ പോകുക. ഇനി നീ അങ്ങനെ ചിലവഴിക്കത്തുള്ളൂ. പണ്ട് ഭയങ്കര പരാതിയായിരുന്നു, നിങ്ങൾ അധ്വാനിക്കുന്നതല്ലേ മനുഷ്യ, ഇത് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ആ വഴികളിലൊക്കെ ആ നന്മ പോയപ്പോൾ സഹോദരിമാർക്ക് ആ സങ്കടം കൂടുതൽ. കാരണം തനിക്കൊപ്പം ചിലവഴിക്കേണ്ട സമയം മുഴുവനും കണ്ട മരുഭൂമിയിലും അങ്ങുമൊക്കെ ചിലവഴിച്ചാൽ 10 പൈസ ഉണ്ടാക്കുന്നേ, അത് വല്ലയിടത്തും കൊണ്ട് കളയുമ്പോൾ സങ്കടം അവർക്ക് തന്നെയാണ്. ഇനി അങ്ങനെ നീ സങ്കടപ്പെടേണ്ടി വരത്തില്ല. നീ പറയും മുമ്പേ നിന്റെ ഭർത്താവ് പറയും, സൂക്ഷിച്ച് ചിലവാക്ക്, സൂക്ഷിച്ച് ചിലവാക്ക്. പിശുക്കല്ല കേട്ടോ, സൂക്ഷിച്ച് ചിലവഴിക്കപ്പെടുവാൻ പോകുക. നിനക്കും നിന്റെ മക്കൾക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി സൂക്ഷിച്ച് നന്മകൾ ചിലവഴിക്കപ്പെടുവാൻ പോകുക. അതേ സഹോദര, നിനക്ക് അനുഗ്രഹമാകും വിധത്തിൽ ഇനി നിന്റെ ഭാര്യയെ ചിലവഴിക്കുവാൻ പോകുക. നേരത്തെ എങ്ങനെയാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നതെന്ന് ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അത് മാറുക. ഓ സ്തോത്രം. ഇനി ഓരോ പൈസ എടുക്കുമ്പോഴും ആമേൻ, അത് നീ കാത്തിരിക്കുക, അതങ്ങനെ സംഭവിക്കുക. ഓ സ്തോത്രം. ബന്ധങ്ങൾക്ക് വിലയുണ്ടാകുവാൻ പോകുക. പറഞ്ഞു തീരുന്ന മുമ്പേ കൈനീട്ടുന്ന, മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന അതല്ല. ആമേൻ. ഇനി പരസ്പരം മനസ്സിലാക്കുന്ന, ഓ താങ്ക് ഗോഡ്, മാറുക കേട്ടോ. സ്തോത്രം. യോബിൻ്റെ കണ്ണ് എല്ലാത്തിനെയും കാണുക. സ്തോത്രം. ഓരോ ചെറിയ കാര്യങ്ങളെയും, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങളെയും മാതാവേ പിതാവേ നിങ്ങൾ കാണുക. നിങ്ങൾ കാണും. ഇന്നൊപ്പമില്ലാത്ത മക്കളുടെ ജീവിതത്തിലെ സന്തോഷത്തെ നിങ്ങൾ കാണും. കാരണം കർത്താവ് അവയെ നിങ്ങളുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതെല്ലാം ഇരട്ടിയായി എണ്ണി എണ്ണി പറയുവാൻ തക്ക വിധത്തിൽ യോബിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. അതെല്ലാം യോബിൻ്റെ കണ്ണ് കണ്ടു. മക്കളെ പിന്നെയും കണ്ടു, ഭാര്യയെ കണ്ടു, ഇട്ടിട്ട് ഓടിയവളെ കണ്ടു. നിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ പോകുക. ആമേൻ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ, വല്ലവരുടെയും കണ്ണുകൊണ്ടല്ല. ആ കാണക്കമൊക്കെ തീർന്നു. നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ പോകുക. അയ്യോ
സ്തോത്രം. ദാരിദ്ര്യം കണ്ട യോബിന്റെ കണ്ണ് സമൃദ്ധി കാണുകയാ. ഓ അമേൻ. എന്നെ കേൾക്കുന്ന ചിലർ ദാരിദ്ര്യം കണ്ട് 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 മടുത്തായിരിക്കുക. നിങ്ങളുടെ കണ്ണ് സമൃദ്ധി കാണുക. അതെ, അമേൻ. ആ ഇല്ലായ്മ കണ്ട കണ്ണ് നിറവ് കാണുക. കലഹവും കലക്കവും കണ്ട കണ്ണ് സമാധാനവും സ്വസ്ഥതയും കാണുക. തകർച്ച കണ്ട കണ്ണ് പണിതുയർത്തപ്പെടുന്നത് കാണുക. യേശുവിൻ നാമത്തിൽ എണ്ണി പറയുവാൻ തക്കവണ്ണം നിങ്ങൾ കാണുക, കണ്ടു പറയുക. സ്തോത്രം. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ എന്തൊക്കെ ഇന്ന് കാണുവാൻ കഴിയാതെ അതേക്കുറിച്ച് ഓർത്ത് വേദനയുടെ ഭാരത്തോടെ ആയിരിക്കുന്നു, അതൊക്കെയും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളെ കാണുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, ആ ദൈവത്തോട് ചേർന്ന് നിൽക്ക്. അകന്നു പോയി സീറോ ആകുവാനല്ല, ചേർന്ന് നിന്ന് ഇരട്ടിപ്പ് പ്രാപിച്ചെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ അത് കണ്ട് ആ സാക്ഷ്യം ഞങ്ങളോട് അറിയിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വേഗത്തിൽ അവസരമൊരുക്കട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഇന്നില്ലാത്ത പലതിനെയും കാണുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കും. എന്നാൽ കണ്ടോ, ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ല ദൈവം, അനുഗ്രഹീതമായ നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ദിവസം അങ്ങ് ഇവർക്കായി നൽകി. പുതിയ പ്രഭാതം കർത്താവെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ഈ ദിവസം ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണമേ. പലതും ഇന്നലകളിൽ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഭാരപ്പെട്ടായിരിക്കുന്നു. ചിലത് ഇന്ന് കാണട്ടെ. തൊഴിൽ മേഖലയുടെ നന്മ ഇന്നിവർ കാണുന്ന കൃപയ്ക്കായി, കുടിശ്ശിക ഉൾപ്പെടെ ശമ്പളം ഇവരുടെ കൈകളിൽ വാങ്ങി ഇവർ അത് കാണുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ. തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, ബാങ്ക് ലോണുകൾ ചിലത് എഴുതി തള്ളപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ, കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ, അപഹരിക്കപ്പെട്ടത് തിരികെ വരട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. എന്നെ കേൾക്കുന്ന ചിലർ നിങ്ങളുടെ അവകാശങ്ങൾ അപഹരിക്കപ്പെട്ടു, കൈയൂക്കുള്ള ആൾബലം കൂടുതലുള്ളവർ അപഹരിച്ചു, ഭാരത്തോടെ ആയിരിക്കുക. കർത്താവ് അതിനെ തിരികെ തരിക. ഓ സ്തോത്രം. സ്വമനസാലെ നീ അടികൂടിയിട്ടല്ല, കോടതിയിൽ പോയിട്ടല്ല, അത് നിന്റെ കരങ്ങളിലേക്ക് അവർ കൊണ്ടുവരിക. യെസ്, അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ. സകല കലക്കവും മാറട്ടെ. കലഹ കാരണമായ മദ്യങ്ങൾ മാറിപ്പോകട്ടെ. തമ്മിലടികൾ മാറട്ടെ. കുറ്റപ്പെടുത്തലുകൾ മാറട്ടെ. ഒറ്റപ്പെടുത്തലുകൾ മാറട്ടെ. പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി സഹായിക്കുന്നവരായി ഇവർ മാറട്ടെ. ഓ സ്തോത്രം. വിട്ടുകൊടുക്കാത്തവരായി മാറട്ടെ. യെസ്, ഭാര്യയുടെ വില ഭർത്താവ് മനസ്സിലാക്കട്ടെ. ഭർത്താവിൻ്റെ വില ഭാര്യ മനസ്സിലാക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം, ഭാവി ജീവിതം, അവരുടെ യാത്രകൾ, പോക്കുവരവുകൾ സകലവും അനുഗ്രഹമാകട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടതിൻ്റെ ദൈവം അങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഓ താങ്ക് ഗോഡ്. തലമുറകളുടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഓ യേശുവിൻ നാമത്തിൽ. ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. വിവാഹ ബന്ധങ്ങൾക്ക് മേലുള്ള വെല്ലുവിളികളും തടസ്സങ്ങളും മാറട്ടെ. ഉത്തരഫലങ്ങൾ ജനിക്കട്ടെ. ആമേൻ. സ്വന്തം ഭവനങ്ങൾ, യെസ്, ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വാടക വീടുകളിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടട്ടെ. സ്വന്തം ഭവനം ഇവർ കാണട്ടെ. ഓ താങ്ക് ഗോഡ്. കണ്ട് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുവാൻ പോവുക. ആമേൻ. സ്വന്തം വാഹനം കണ്ട് പ്രാർത്ഥിക്കുക. യെസ്, നിങ്ങളുടെ പോർച്ചിൽ ആ വാഹനം വരിക. ഓ താങ്ക് ഗോഡ്. സമൃദ്ധി ഉണ്ടാകുക. എല്ലാ ഇല്ലായ്മകളും ഞെരുക്കങ്ങളും മാറുക. ശുശ്രൂഷകന്മാർ, ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. നഷ്ടപ്പെട്ടു പോയത് കാണുവാൻ കൊതിയോടെ കാത്തിരിക്കുന്നത് പലതും ഇന്ന് കണ്ട് സന്തോഷിക്കുന്ന ദിവസമായി മാറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.